ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ റീഡിംഗ്, ഈ വീഡിയോ ജനറലാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നൈറ്റ് ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് സോഡ്സ്, Three of Cups, Three of Pentacles, Knight of Cups, Page of Cups, Nine of Pentacles, Four of Pentacles, Chariot, ജസ്റ്റിസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് ആണ്. ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയോ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവിടെ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ സാലറി സംബന്ധമായ കാര്യത്തിൽ ഒരു ചേഞ്ച് ആവാം, ചിലപ്പോൾ സ്ഥലം മാറ്റമാവാം. എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ചേഞ്ച് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. എവിടെയോ നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്ന ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം. ഇവിടെ വേണ്ടെന്ന് വെച്ച് ചിലപ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞിട്ടുണ്ടാവാം ചില ബന്ധങ്ങളിൽ നിന്ന്. അവിടെയൊക്കെ നിങ്ങൾക്ക് വേണം എന്ന് കരുതി നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്കും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നവർക്ക്, ആരെങ്കിലും കാത്തിരിക്കുന്നവരിലേക്ക് നല്ലൊരു മെസ്സേജ് വരുന്നതോ ഒരു കാൾ വരുന്നതോ ഒക്കെയും ഉള്ള എനർജി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ആർക്കൊക്കെ പെട്ടെന്ന് തന്നെ സ്പീഡ് എനർജി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് മെസ്സേജ് വരുന്നത്, കോൾ വരുന്നതൊക്കെ വളരെയധികം സ്പീഡിലാണ്. അതിന് ആരൊക്കെയോ ആക്ഷൻ എടുക്കുന്നു. നിങ്ങൾ കാത്തിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചില ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അതിനുള്ള മെസ്സേജ് വരുന്നുണ്ട്, കാൾ വരുന്നുണ്ട്. അതിനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. അതുപോലെ തന്നെ ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എനർജിയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉത്സാഹത്തോടു കൂടി നിങ്ങൾ രാപകൽ അധ്വാനിക്കാൻ തയ്യാറാണ് എന്ന് കരുതി നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പുതിയ പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ബുദ്ധിപൂർവ്വം കാത്തിരുന്ന ചില കാര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ തുടങ്ങാനായിട്ട് വെക്കുന്ന ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്രയാവാം, വിദേശ രാജ്യങ്ങളിൽ പോകാനാവാം. എന്തോ നിങ്ങൾ വളരെയധികം ഇഷ്ടത്തോടു കൂടി കാത്തിരുന്ന ചില കാര്യങ്ങളുണ്ടാവാം. അതിന് നിങ്ങൾക്കൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു ദിവസമാണ് എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങളിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അവർ വന്നിച്ച് നിങ്ങൾക്കൊരു പാർട്ടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് ഒരു സെലിബ്രേഷൻ്റെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഗുഡ് ന്യൂസൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇന്നത്തെ ദിവസവും ഉണ്ട് എന്ന് തന്നെ ഇവിടെ പറയാം.
കാരണം ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പലർക്കും ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് കേൾക്കും. അത്യാവശ്യമായിട്ടും കേൾക്കേണ്ട കാര്യമാണ്. മനസ്സിലായി? അത്യാവശ്യമായിട്ടും വരും, അർജൻറ്റായിട്ട് അത് വന്നിരിക്കും. മനസ്സിലായോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ഇവിടെ പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ് ഒക്കെയും വന്നിട്ടുണ്ട്. അതുപോലെ ചാരിയറ്റിൻ്റെ എനർജി ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളിലേക്ക് സന്തോഷകരമായ വാർത്തയെ എത്തിക്കുന്ന കാർഡ്സുകൾ തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. വിക്ടറി ആൻഡ് സക്സസ്, പല കാര്യങ്ങളും നിങ്ങൾ നോക്കിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നല്ല ഒരു വിജയം നിങ്ങൾക്ക് വരുന്നുണ്ട്, അത് തന്നെ ഇവിടെ പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അധികമല്ലാത്ത വിധത്തിലും അത്യാവശ്യം ചിലവാക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നും പറയാം. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി ഇവിടെ. അതുപോലെ 8 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ വൺസ് ഓഫ് എയർ സൈൻ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഇവിടെ സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇന്നത്തെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ്, ടീം വർക്ക് ചെയ്ത് സക്സസ് നേടുന്ന എനർജിയാണ്. ഇവിടെ കൂടിച്ചേർന്ന് എൻജോയ് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. അതും നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള കാര്യങ്ങളാണല്ലോ. ഇവിടെ പിന്നെ നിങ്ങൾ കാത്തിരുന്നവരുടെ മെസ്സേജ് വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ പുതിയതായിട്ടുള്ള തുടക്കം നിങ്ങൾക്ക് സാഹചര്യം നിങ്ങളിലേക്ക് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ തുടങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ്. കാരണം നിങ്ങൾ എന്തോ ഇവിടെ തുടങ്ങുന്നു, അതിനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾക്കിവിടെ സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഉണ്ട്. പല കാര്യങ്ങളിലും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ തക്ക വിധത്തിലൊരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്തുകൊണ്ടോ നിങ്ങളിൽ പലർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പലർക്കും അത് അനുഭവിക്കാനും സാധിക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ജസ്റ്റിസ്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ദൈവം തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്. എന്തെങ്കിലും ചിലപ്പോൾ ലീഗൽ കാര്യങ്ങളിലായിട്ട് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ അതിലേക്ക് ഇഴച്ചിട്ടുണ്ടോ, അത് നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നോക്കിയിരിക്കുകയാണ്, നിങ്ങൾക്കത് സത്യസന്ധത നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് കപ്സ്, സ്വപ്നം കണ്ട ലൈഫ് നിങ്ങൾക്ക് സഫലമാകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സഫലമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിലേക്ക് അബണ്ടൻസ്, ധാരാളമായി അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെ ഉണ്ട്. ചില വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് സന്തോഷം തരുന്ന എനർജിയായിട്ട് കണക്റ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവ് പവറുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡാൻസർ ആവാം, സിംഗർ ആവാം, എന്തെങ്കിലും നല്ല കഴിവുകളുള്ള കലാപരമായ കഴിവുകളുള്ള ആൾക്കാർ അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നേടിയിട്ടുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്കുള്ള അഡ്വൈസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പൊതുവെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാണെന്ന് കാണുന്നു. സന്തോഷം നിറഞ്ഞ ഒരു ദിവസവും ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു കുറക്കെ കാർഡ്സ് നോക്കാവേ. ഫ്രണ്ട്ലെസ് ആണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ബർഡനാണ്. കണ്ടില്ലേ, ഇവിടെ ഭാരം ചുമക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം ഭാരം കൂടാതെ മറ്റുള്ളവരുടെ ഭാരം കൂടി ഏറ്റെടുത്ത് നയിക്കുന്ന ആൾക്കാർ, ഏറ്റെടുത്ത് അവരെ കൂടെ സന്തോഷിപ്പിക്കാം എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് താഴെ വയ്ക്കാറായി എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എക്സ്പീരിയൻസിങ് ആണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ മോശമായ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഹീൽ ചെയ്ത്
കളയുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വി ആർ ദ വേൾഡ് ആണ്, കണ്ടല്ലേ. ഇവിടെ ഒരു തുടക്കം തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ കുറ്റം ചെയ്തു അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജിയിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഞാൻ ചെയ്തത് ശരിയായില്ല, എനിക്ക് എപ്പോഴും നല്ലതിലേക്ക് വരാൻ സാധിക്കുന്നില്ല, മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല, പിന്നിൽ നിന്നും ആരോ പിൻവലിക്കുന്നത് പോലെ. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്ലിനെസ് ആണ്, കണ്ടില്ലേ. കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം നിങ്ങൾക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ തുടക്കം നിങ്ങൾക്ക് ലൈഫിൽ വരുന്നുണ്ട്. ഈ നെഗറ്റീവായ എനർജി ഇവിടെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നും ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, നിങ്ങളുടെ പിരിഞ്ഞുപോയ സുഹൃത്തുക്കളെ ഇന്ന് കണ്ടുമുട്ടുന്ന ദിവസമാകാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്ത്, ഏറ്റവും അധികം നിങ്ങൾ സ്നേഹിച്ചിരുന്ന സുഹൃത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാം, അല്ല എങ്കിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കരുതി ഇരുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഭാഗ്യം നമുക്ക് നോക്കാം. ഫോർച്യൂൺ കാർഡ്സ് നോക്കാമേ. ഇന്ന് എന്തൊക്കെ സന്തോഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം നമുക്ക്. എങ്ങറുമാണ് ഇവിടെ അവൾ വന്നിട്ടുണ്ട്. ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല ഒരു അഡ്വൈസ്, നല്ല ഒരു ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്നും അഡ്വൈസ് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗ്രേറ്റ് പേഴ്സണൽ സോറോയാണ് വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാതിരിക്കത്തില്ല. കാരണം മണി വിൽ ബി കമ്മിങ് ടു യു. ഇന്ന് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പീസ് ആൻഡ് ഹാർമണി വരുന്നുണ്ട്. സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അതുപോലെ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യങ്ങർ വുമൺ, ചെറുപ്പക്കാരിയായ ലേഡിയുമായിട്ട്, ഒരു യങ്ങായിട്ടുള്ള ലേഡിയുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതാവാം. മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നതും ആവാം, ബിസിനസ് കാര്യങ്ങളും ആവാം. ഇവിടെ മാര്യേജ്, പലർക്കും ഇവിടെ മാര്യേജ് നടക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്, സാഹചര്യം വരുന്നുണ്ട്. ഡെസ്ക് മേ അറ്റൻഷൻ ടു യുവർ വർക്ക്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വർക്കിൽ അറ്റൻഷൻ കൊടുക്കുക, ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കണം, ശ്രദ്ധിച്ച് വേണം ഇന്നത്തെ ജോലി ചെയ്യാൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് വന്നിട്ടുണ്ട്. സ്പിരിച്വൽ ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവകരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിഷമകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട്. ലയൺ പറയുന്നത് എന്താണ്, ടൈം ടു ആക്ട്. ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. കണ്ടില്ലേ, മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ ആക്ഷൻ എടുക്കൂ, മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. മണി വിൽ ബി കമ്മിങ് ടു യു. കണ്ടില്ലേ, ഇത് മതിയല്ല, ഇന്ന് എല്ലാവരുടെയും കയ്യിലേക്ക് ഇന്ന് മണി വരും. തീർച്ചയായിട്ടും സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഉണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക ഇന്നത്തെ ദിവസം. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുമോ? ഒരു ദോഷവും വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.